ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യുദ്ധവും സമാധാനവും എന്ന കൃതി ആരുടേതാണ്? ലിയോ ടോൾസ്റ്റോയിയുടെ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ് ഏത്? 1939 മുതൽ 1945 വരെ. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധമേതാണ്? രണ്ടാം ലോക മഹായുദ്ധം. ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട സ്ഥലമേത്? ഹിരോഷിമ. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച ദിവസം ഏതാണ്? 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ പ്രയോഗിച്ച ആറ്റം ബോംബിൻ്റെ പേരെന്ത്? ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ അണുബോംബിട്ട വിമാനത്തിൻ്റെ പേര്? എനോലഗെ. എനോലഗെ വിമാനം പറത്തിയിരുന്നതാര്? പോൾ ഡബ്ല്യു ടിബെറ്റ്സ്. ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ചിരുന്ന മൂലകം ഏതാണ്? യുറേനിയം 235. ജപ്പാനിലെ ക്യുഷു ദ്വീപുകളുടെ തലസ്ഥാനമേത്? നാഗസാക്കി. നാഗസാക്കിയിൽ അണുബോംബ് പ്രയോഗിച്ച ദിവസം ഏതാണ്? 1945 ഓഗസ്റ്റ് 9. നാഗസാക്കിയിൽ പ്രയോഗിച്ച അണുബോംബിൻ്റെ പേര്? ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ അണുബോംബിട്ട വിമാനം പറത്തിയിരുന്നതാര്? ചാൾസ് സീനി. നാഗസാക്കിയിൽ അണുബോംബിട്ട വിമാനമേത്? ബോക്സ്കാർ. ഫാറ്റ്മാനിൽ ഉപയോഗിച്ച മൂലകമേത്? പ്ലൂട്ടോണിയം 239. ജപ്പാനിൽ അണുബോംബിൻ്റെ ദുരന്തഫലങ്ങൾ അനുഭവിക്കുന്നവരെ വിളിക്കുന്ന പേരെന്ത്? ഹിബാകുഷ. അണുബോംബ് ആക്രമണ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ഹിബാകുഷ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? സ്ഫോടനം അനുഭവിച്ചവർ. ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചതാര്? ഓട്ടോ ഹാനും ഫ്രിറ്റ്സ് സ്ട്രോമാനും. ഭാരം കുറഞ്ഞ രണ്ടോ അതിലധികമോ ന്യൂക്ലിയസുകൾ തമ്മിൽ സംയോജിച്ച് ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേര്? ന്യൂക്ലിയർ ഫ്യൂഷൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഹിരോഹിറ്റോ. ആറ്റം ബോംബിൻ്റെ പിതാവ്? റോബർട്ട് ഓപ്പൺഹൈമർ. അമേരിക്ക അണുബോംബ് നിർമ്മാണത്തിനിട്ടിരുന്ന രഹസ്യ പേര്? മൻഹാട്ടൻ പദ്ധതി. മൻഹാട്ടൻ പദ്ധതിയുടെ തലവനാര്? റോബർട്ട് ഓപ്പൺഹൈമർ. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്? എഡ്വേർഡ് ടെല്ലർ. ജപ്പാനിൽ അണുബോംബിട്ടതിനു ശേഷം പ്രസിഡന്റിനോട് എൻ്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? റോബർട്ട് ഓപ്പൺഹൈമർ. പ്രശസ്തമായ ആറ്റം സമാധാനത്തിന് എന്ന പ്രഭാഷണം ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയതാര്? ഐസനോവർ. സമ്പൂർണ്ണ ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നതെന്ന്? സെപ്റ്റംബർ 26. ഹിരോഷിമയുടെ ഔദ്യോഗിക പുഷ്പമേത്? ഓലിയാൻഡർ പുഷ്പം. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് രൂപകൽപ്പന ചെയ്തതാര്? കെൻസോ ടാങ്കെ. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ ആരുടേതാണ്? സഡാക്കോ സസാക്കിയുടെ. ആണവശാസ്ത്രത്തിൻ്റെ പിതാവാര്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്? ഹോമി ജെ ബാബ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവാര്? രാജ രാമണ്ണ. ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചതെന്ന്? 1974 മെയ് 18. ഇന്ത്യ അണുബോംബ് പരീക്ഷണത്തിന് ഉപയോഗിച്ച മൂലകമേതാണ്? പ്ലൂട്ടോണിയം. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിൻ്റെ കോഡ് എന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയ വർഷം ഏതാണ്?
1998 മെയ് 11, 13. സഡാക്കോ ഹിരോഷിമയുടെ നൊമ്പരം എന്ന കൃതി ആരുടേതാണ്? രാധികാദേവി TR. 1000 കോക്കുകളും ഒരു ശാന്തിപ്രാവും. ഇത് ആരുടെ കൃതിയാണ്? S. ശിവദാസ്. വിജയമുഹൂർത്തത്തിൽ ആയുധം താഴെ വെച്ച് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചെയ്ത രാജാവ് ആര്? അശോകൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച നോവൽ ഏതാണ്? ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ.